എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഡയറി എഴുത്ത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഡയറി റൈറ്റിംഗ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പലരും ഇപ്പോൾ വിചാരിക്കും അത് പഴയ കാലത്തെ ഒരു രീതിയല്ലേ, ഈ മൊബൈൽ ഫോണും മറ്റുള്ള ഡിജിറ്റൽ ഡിവൈസൊക്കെ വരുന്നതിന് മുന്നേ ഡയറിയിൽ കുറിച്ച് പല കാര്യങ്ങൾ വയ്ക്കുന്നതും അതുപോലെ ഓരോ ദിവസത്തെ കാര്യങ്ങളും കഴിഞ്ഞു പോയതും ഇനി വരാനുള്ള കാര്യങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എഴുതി ഒരു പേപ്പറിൽ വെക്കുന്നത് പഴയ ഒരു കാര്യമല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിലും പഴയ കാലത്തിൻ്റെ അതേ രീതിയിൽ ഡയറി എഴുതുന്ന ഒരു ശീലം അത് വളരെ നല്ലതാണ്. കാരണം കുട്ടികളായിരിക്കുമ്പോഴേ പഴയ രീതിയിൽ തന്നെ പേപ്പറിൽ ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായാലും മതി, എല്ലാ ദിവസവും എഴുതണമെന്നില്ല. കാരണം അത് കുറച്ച് സമയനഷ്ടങ്ങൾ വരുത്തും. മാത്രമല്ല, നിങ്ങൾ തിരക്കുള്ള ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് അതിൻ്റെ തുടർച്ച വേണം, എല്ലാ ദിവസവും എഴുതണം, അങ്ങനെ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് പിറകോട്ടൊന്ന് നോക്കുമ്പോൾ അത് വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇനി ഈ ഡയറി എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയട്ടെ, ഡയറി എഴുതുന്ന ശീലമുള്ളവർക്ക് കൃത്യനിഷ്ഠ കൂടുതലായിരിക്കും. അതായത് അവർ എന്നും അവരെക്കുറിച്ച് തന്നെ, അല്ലെങ്കിൽ അവർ ഇടപെട്ടതും അവർ കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു അടുക്കും ചിട്ടയുണ്ടാകുന്നു, അതുപോലെ ഓർമ്മശക്തി കൂട്ടുന്നു, ഏകാഗ്രത കൂട്ടുന്നു, അലസമായിട്ടുള്ള ജീവിതം അവരിൽ നിന്ന് മാറിപ്പോവും. കാരണം അവർക്ക് ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് അവർക്കൊരു ഉൾക്കാഴ്ച കിട്ടുകയാണ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്കറിയാം, ചില ആളുകൾ അവരോട് ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് മാസമാണ് എന്ന് ചോദിച്ചാൽ പോലും അറിയാൻ വയ്യാത്ത, ഒരു സ്ഥലകാല ബോധം അല്ലെങ്കിൽ സമയബോധം ഒന്നുമില്ലാതെ ലക്ഷ്യമായിട്ട് ജീവിതം ജീവിച്ച് തീർക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഡയറി എഴുതുന്ന ശീലമുള്ളവർ കുറച്ചുകൂടി കാര്യനിർവഹണ ശേഷിയും അടുക്കും ചിട്ടയും ഒക്കെ അവർക്കുണ്ടായിരിക്കും. മാത്രമല്ല, ഡയറി എഴുതുമ്പോൾ കുറേ കാലം എഴുതി കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഉത്തമ സുഹൃത്തിനെ പോലെ തന്നെ ഫലം ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ സന്തോഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിഷമമുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ വേണ്ടി, ഇപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡയറിയിലേക്ക് എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് വീണ്ടും സന്തോഷം തരികയാണ് ചെയ്യുന്നത്. അത് പിന്നീട് വായിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരികയാണ് ചെയ്യുന്നത്. അതേസമയം വിഷമമുള്ള ഒരു കാര്യം എഴുതുമ്പോൾ ആ വിഷമത്തിൻ്റെ ഭാരം, അതായത് ആ ഒരു കാര്യത്തിൻ്റെ ഗൗരവവും അതുപോലെ ആ വിഷമം നേരിട്ട ആ അനുഭവങ്ങളും നിങ്ങൾ എഴുതുമ്പോൾ ഒരു ഭാരം ഇറക്കി വയ്ക്കുന്ന അതേ ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കും. ടെൻഷൻ കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ അതൊരു വളരെ നല്ലൊരു മെത്തേഡാണ്. മാത്രമല്ല, ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിയ ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുപ്രധാന സംഭവങ്ങളോ, അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ, ഇതെല്ലാം സംഭവിച്ച ദിവസങ്ങളുടെ സാക്ഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഡയറി എഴുതുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ സ്വയം തിരിച്ചറിയാനും തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഒക്കെ ഏതാനും മാസങ്ങൾക്ക് മുന്നെയോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നെയോ ഉള്ള ഡയറി ഒന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ച കിട്ടിയിട്ട് മുന്നോട്ടുള്ള വർഷങ്ങളിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും കുറച്ചുകൂടെ ഉത്കൃഷ്ടമായിട്ടുള്ള ജീവിതം കിട്ടാനും സാധ്യതയുണ്ട്. അതുകൂടാതെ പോസിറ്റീവായിട്ടുള്ള ജീവിതത്തോടുള്ളൊരു സമീപനം, ക്രിയാത്മകമായിട്ടുള്ള സമീപനത്തിന് ഇത് വഴിവെക്കും. പിന്നീട് വേറൊരു ഗുണവും കൂടി കിട്ടുന്നുണ്ട്. പലവിധ ആത്മകഥകളും ജീവചരിത്രവും അതുപോലെ നോവലുകളും പലതരം കൃതികളും എഴുത്തുകാരും ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ ഡയറി എഴുത്ത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഡയറി എഴുത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള ഡയറി ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയാണ്. അത് ആംസ്റ്റർഡാമിൽ ഹോളോകാസ്റ്റിൻ്റെ സമയത്ത് ഈ ജൂത പെൺകുട്ടി കുറിച്ചു വെച്ച കാര്യങ്ങളാണ്. വളരെ പ്രശസ്തമായി
അതുപോലെ കവിത എഴുതിക്കൊണ്ടിരുന്ന സിൽവിയ പ്ലാത്തിനെയും ഇതുപോലെ ഈ ഡയറി എഴുത്ത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സാമുവൽ പെപ്പിസിൻ്റെ ഡയറി എഴുത്ത് 1700-കളിൽ നടന്ന ലണ്ടനിൽ പ്ലേഗ് ബാധ ഉണ്ടായി വളരെയധികം ആൾക്കാർ മരണപ്പെട്ടു. അതിനെക്കുറിച്ചൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടാൻ ഇത്തരം എഴുത്തുകൾ സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ വെർജീനിയ വുൾഫിൻ്റെ നോവലുകൾ അത് ഡയറിയുടെ രീതിയിൽ ആയിരുന്നു എഴുതിയിരുന്നത്. എഴുത്തുകാരനായിരുന്ന ട്രൂമാൻ കപ്പോട്ട് അദ്ദേഹവും കഥകൾ എഴുതിയിരുന്നത് ഈ ഡയറി എഴുത്തിൻ്റെ രീതിയിലായിരുന്നു. അങ്ങനെ എഴുത്തുകാർക്ക് ആത്മകഥയും ജീവചരിത്രവും നോവലുകളും കവിതകളും സ്വന്തം ക്രിയാത്മകമായിട്ടുള്ള ആവിഷ്കാരങ്ങളും എല്ലാം അതിനുമെല്ലാം സഹായിച്ചിട്ടുണ്ട് ഈ ഡയറി എഴുത്ത്. അങ്ങനെ ഇതൊരു ഹോബി പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ചില ദോഷവശങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പോൾ ഈ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിലർ എഴുതാറുണ്ട്. അതായത് നല്ല കാര്യങ്ങൾ എഴുതാൻ വിട്ടുപോകും. അതേസമയം പേടിപ്പിക്കുന്നതും അതുപോലെ ദുഷിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന പല ദോഷമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഈ ഡയറിയിൽ കുറിച്ച് വെക്കും. അപ്പോൾ അത് പിന്നീട് വായിച്ച് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് എലമെൻ്റാണ് അവിടെ വർക്ക് ചെയ്യുക. അത് നിങ്ങളെ ദോഷകരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും. മറ്റൊരു കുഴപ്പവും കൂടിയുണ്ട്. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് മുന്നേ ഉള്ള കാലയളവിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ തെറ്റുകളോ വീഴ്ചകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡയറിയിൽ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഫാമിലി ലൈഫിനെയൊക്കെ ചിലപ്പോൾ ബാധിച്ചേക്കാം. മാത്രമല്ല നിങ്ങളുടെ രഹസ്യങ്ങൾ ഡയറിയിൽ എഴുതി വെക്കുമ്പോൾ അത് വേറെ ആർക്കെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കിട്ടുകയാണെങ്കിൽ വളരെയധികം ദോഷങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സംഭവിച്ചേക്കാം. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഡയറിയിൽ എഴുതി വെക്കുന്നവർക്ക് അവരെ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തെങ്കിലും കുറ്റാന്വേഷണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഡയറി നോക്കി പലതിനും തുമ്പ് കിട്ടിയ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ നല്ലൊരു ശീലമാണ് ഡയറി എഴുതുന്നത്. അത് ഓരോ ദിവസവും എഴുതണമെന്നില്ല. ഓരോ മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേന്മയേറിയ കാര്യങ്ങളും അതുപോലെ കോട്ടം വന്ന കാര്യങ്ങളും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ചുരുക്കി എഴുതിയാലും മതി. അല്ലെങ്കിൽ ഒരുപാട് സമയം കളയുന്ന ഒരു പരിപാടിയായിട്ട് തന്നെ ഇതിന് പോകും. അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഇവിടെ. ഈ ഡയറി എഴുത്ത് ഒരുപാട് സമയം കളയാൻ, ദിവസവും നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി അനുവദിക്കരുത്. വളരെ ചുരുക്കി എഴുതാനും ശ്രമിക്കണം. അതുപോലെ എന്നാണ് സംഭവിച്ചത്, അതിൻ്റെ ഡേറ്റ്, ഡേ, അതുപോലെ വർഷം, സമയം ഇങ്ങനെയൊക്കെയുള്ളത് കുറിച്ചിടുവാണെങ്കിൽ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് പുറകിലേക്ക് നോക്കുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഡയറി എഴുത്തിൻ്റെ നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നീങ്ങുക. അത് തീർച്ചയായിട്ടും നിങ്ങളെ പല വിധത്തിലും സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്.